ഇതുപോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ടൂളുകളും അതിലേക്ക് കണക്റ്റഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ബാങ്ക് അക്കൗണ്ട് ആണ്. അത് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഈ ലഭിച്ചിരിക്കുന്ന ടൂൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്സ് ഫോം നോക്കുമ്പോൾ ടാക്സ് ഫോമിൽ നമ്മളുടെ ടൂൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഹലോ ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മളുടെ പേ ഔട്ട് അക്കൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവണം. അത് എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് എൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ടൂളുകൾ നമ്മൾ ഈ ഡാഷ്ബോർഡിൽ പോയിട്ട് നമുക്ക് ഇവിടെയുള്ള മോണിറ്റൈസേഷൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൂളുകളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ എനിക്ക് സ്റ്റാറിന്റെ ടൂള് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളൊന്നും ഇതിൽ ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ സ്റ്റാറിന്റെ ടൂള് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഈ അക്കൗണ്ടിൽ ഞാൻ പേ ഔട്ട് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക നമ്മളുടെ പേ ഔട്ട് അക്കൗണ്ടിൽ നിങ്ങൾ നിലവിൽ ഈ സ്റ്റാറിന്റെ ടൂള് കണക്റ്റഡ് ആയിട്ടുണ്ടോ, നമ്മളുടെ പേ ഔട്ട് അക്കൗണ്ട് ക്ലിയർ ആണോ, അത് നമ്മളുടെ പേ ഔട്ട് അക്കൗണ്ടിലെ ടാക്സ് ഫോം ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈഡ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ നമ്മൾ ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒതർ ടൂള് കാണാൻ സാധിക്കും. ഈ ഒതർ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേ ഔട്ട് ടൂൾ ഇവിടെ കാണാൻ സാധിക്കും. പേ ഔട്ട്, ഈ പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ പേ ഔട്ടിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾക്ക് ഇവിടെയുള്ള ചെറിയൊരു സെറ്റിംഗ്സിന്റെ ടൂൾ കാണും ഇവിടെ. ഓക്കെ, ഈ ഒരു സെറ്റിംഗ്സിന്റെ ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇപ്പൊ നിലവിൽ നമ്മളുടെ പേ ഔട്ട് അക്കൗണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടിന്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ടൂളും കാണാൻ സാധിക്കും. നിലവിൽ എനിക്ക് സ്റ്റാറിന്റെ ടൂൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ടൂളിന്റെ ടാക്സ് ഫോം വെരിഫൈഡ് ആയിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആ സ്റ്റാറിന്റെ ടൂളും ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷനും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒന്നിന്റെ കൂടെ രണ്ട് ടൂളും കൂടി വരണം. ഇനി സബ്സ്ക്രിപ്ഷനും സ്റ്റാറും മാത്രമാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ സബ്സ്ക്രിപ്ഷനും കൂടി താഴെ വരണം. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിന്റെ താഴെ വരണം. ഓക്കെ, അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ടാക്സ് ഫോമിലും നമ്മൾ കാണേണ്ടത്. ടാക്സ് ഫോമിൽ നമ്മളിവിടെ ഇപ്പോൾ നിലവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷനും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ അതും കൂടി വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ മൂന്ന് ടൂളും ഇതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയി എന്ന് ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ കൂടാതെ തന്നെ നമ്മളിവിടെ വെരിഫൈഡ് എന്നും കാണാൻ സാധിക്കും. പിന്നെ കൂടാതെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫിനിഷ് സെറ്റപ്പോ അല്ലെങ്കിൽ ഇവിടെ ആഡ് എന്നോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വർക്ക് ഇനിയും ചെയ്യാനുണ്ട്, ഇത് ഫിനിഷ് ആവാൻ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കൂടാതെ നമ്മുടെ താഴെയുള്ള ഈ കൺട്രി, ബിസിനസ് ടൈപ്പ്, പിന്നെ കൺട്രി ഇന്ത്യ, നമ്മുടെ രാജ്യം ഏതാണ് ആ കൺട്രി സെയിം കൺട്രി ആയിരിക്കണം, ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വൽ ആയിരിക്കണം, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, ടാക്സ്, പാൻ കാർഡ് ID നമ്പർ, ഇതൊക്കെ നമ്മൾ ഇവിടെ കറക്റ്റ് തന്നെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞാലാണ് നമ്മളുടെ പേയ്മെന്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും നമുക്ക് എറർ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ പേ ഔട്ട് അക്കൗണ്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും അത് സെറ്റപ്പ് ചെയ്ത് ഫിനിഷ് ആക്കാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ നമ്മളുടെ ഈ മോണിറ്റൈസേഷൻ ഭാഗത്ത് നമ്മൾ ഇവിടെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ചെയ്യാനോ എന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ആക്റ്റീവ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ പേ ഔട്ട് ക്ലിയർ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പേ ഔട്ട് ക്ലിയർ ആക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വരുമാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടെ ഏണിങ്സ് ഇവിടെ കയറി വന്നിട്ട് കാര്യമില്ല. നമ്മളുടെ പേ ഔട്ട് ആദ്യം ക്ലിയർ ആണോ അല്ലയോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.